ഹിന്ദുക്കളെ കൊള്ളയടിക്കുന്നവരാണ് ബി ജെ പിക്കാർ. ബി ജെ പിയിൽ യാതൊരു തരത്തിലുള്ള ഹിന്ദുത്വയുമില്ല. ഹിന്ദുത്വ കച്ചവടം മാത്രം ചെയ്യുന്നവരാണ് ബി ജെ പിക്കാരെന്ന് ആരോപണം ഇപ്പോൾ ഉയരുകയാണ്. ഇപ്പം ശിവസേനയൊക്കെയാണ് അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാമവഞ്ചകരാണ് ബി ജെ പി. അത് മോദി അധികാരത്തിലിരിക്കുന്ന കാലത്താണ് അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയ കൊള്ള നടക്കുന്നത്. ഇതിലും വലിയ നാണക്കേട് അവർക്ക് നേരിടാനില്ല. എന്തു പറഞ്ഞ് ന്യായീകരിക്കണം, എന്തു മറുപടി പറയണം, ഇതിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. ഉത്തർപ്രദേശാണ് മുമ്പിലുള്ള ഇലക്ഷൻ വരാനിരിക്കുന്ന ഒരു സംസ്ഥാനം. ഇവിടെ എന്ത് സംഭവിക്കും എന്നതനുസരിച്ചിരിക്കും ബി ജെ പിയുടെ ഭാവി. ഉത്തർപ്രദേശിൽ ശരിക്കും ഈ വിഷയത്തിൻ്റെ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഉത്തർപ്രദേശ് ചലനങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഉത്തർപ്രദേശുകാർ ഇതിലെ കള്ളത്തരം മനസ്സിലാക്കി. നിങ്ങൾ 2024 തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുഴുവൻ മോഡി തരംഗം, മൂന്നാം തരംഗം വീശിയടിക്കും, ആഞ്ഞടിക്കും. 300 സീറ്റ് ബി ജെ പിക്ക് കിട്ടും, 400 സീറ്റ് NDAക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതല്ലേ. അതിലെ കടയ്ക്ക് അടി കിട്ടിയത്, ആദ്യ അടി കിട്ടിയത് യു പിയിലല്ലേ. യു പിയിൽ ഭൂരിപക്ഷം സീറ്റ് ഇന്ത്യ മുന്നണിയല്ലേ ജയിച്ചത്. അതെ, ഭൂരിപക്ഷം സീറ്റ് ജയിച്ചത് മാത്രമല്ല, ഈ അയോധ്യയുള്ള ഫൈസാബാദ് മണ്ഡലം സമാജ്വാദി പാർട്ടി ജയിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് സമാജ്വാദി പാർട്ടിക്ക് അല്ലെങ്കിൽ ജയിക്കാനും ബി ജെ പിക്ക് തോൽക്കാനും അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ മുഴുവൻ ബി ജെ പി പിടിച്ചത് രാമനെ മുമ്പിൽ നിർത്തിയാണ്. രാമൻ്റെ യുദ്ധം. രാമൻ യഥാർത്ഥത്തിൽ അയോധ്യ എന്ന വാക്കിനർത്ഥം യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ്. രാമൻ യുദ്ധത്തിന്റെ ആളെയല്ല. രാമന് വളരെ ഗതി കെട്ടപ്പോൾ അയാളുടെ ഭാര്യ ആളെ കട്ടുകൊണ്ടുപോയപ്പോൾ ചെയ്യേണ്ടി വന്നതാണ്. രാമൻ യുദ്ധത്തിനെതിരായ ഒരാളാണ്. അതാണ് ഗാന്ധി രാമനെ വിളിച്ചത്. ഗാന്ധി പറഞ്ഞു, ഞാൻ വിളിച്ച രാമൻ രാവണനെ കൊന്ന രാമനല്ല, രാമരാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ്. അല്ലാണ്ട് ഈ വില്ലു അമ്പോകിയായിട്ട് നിൽക്കണ മറ്റേ അരുൺ ഗോവിലോ എന്താ അങ്ങനെയുള്ള ആളുകളുടെ രാമനല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അന്ന് തന്നെ ക്ലിയർ ആയിട്ട് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അരുൺ ഗോവിൽ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതല്ല എൻ്റെ രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വ എപ്പോഴും ഗാന്ധി എതിർത്തിരുന്നത് ഹിന്ദു അല്ല, ഹിന്ദുത്വ പൊളിറ്റിക്കൽ ഹിന്ദുത്വ എതിർത്തിരുന്നത് ഗാന്ധി രാമനെ കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് രാമനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗാന്ധിയെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നത്. കാരണം രാമന്റെ ഗാന്ധി നിന്നാൽ ഈ ഗാന്ധി നിൽക്കില്ല. അതാണ് ഗാന്ധിയുടെ രാമൻ നിന്നാൽ ഹിന്ദുത്വയുടെ രാമൻ നിൽക്കില്ല. പക്ഷെ ഗാന്ധിയുടെ ഓർമ്മകൾ പോകുന്നു, ഗാന്ധിയെ വരുന്നു. ഒരു ഘട്ടത്തിൽ ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി നിൽക്കുന്ന സ്ഥലമാണ് യഥാർത്ഥ രാമജന്മഭൂമി എന്ന് ഇവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അത് വിശ്വാസമാണെന്ന്. അപ്പം വിശ്വാസം, നിങ്ങളുടെ വീട് നാളെ എൻ്റെ വീടായിരുന്നു എന്നോ അല്ലെങ്കിൽ എൻ്റെ അമ്പലമായിരുന്നു എന്നോ എനിക്ക് വിശ്വാസമെങ്കിൽ ഞാൻ വന്ന് ആക്രമിച്ചാൽ ഇതിനൊരു നിയമമൊക്കെ ഇല്ലേ രാജ്യത്ത്? ഒരു സിവിൽ നിയമല്ലേ. ഇപ്പം എൻ്റെ വീടാണോ തീരുമാനിക്കുന്നത് നിങ്ങളുടെ. അത് ഞങ്ങൾക്ക് സംഭവിച്ച വലിയൊരു പിഴവാണെന്ന് വാജ്പേയി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി രഥയാത്ര നടത്തുന്നു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മധുസൂദനൻ നായരുടെ കവിതയാണ് ഈ കാര്യത്തിൽ ഓർമ്മ വരിക. മധുസൂദനൻ നായർ അന്ന് അഗസ്ത്യ ഹൃദയം എന്ന കവിതയിൽ എഴുതിയിട്ടുള്ള വരികളുണ്ട്. നല്ല രസമുള്ള വരികളാണ്. അതായത്, രാമന് ജയമെന്ന് പാട്ടുപാടിച്ചു, നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്തു, നാൽക്കവല വാഴാൻ ഒരുക്കി കൊടുത്തു. രാമന് ജയമെന്ന് പാട്ട് പാടിച്ചിട്ട് നാൽക്കവല വാഴാൻ ഒരുക്കി കൊടുത്ത് രഥയാത്ര നടത്തി പള്ളി പൊളിച്ച് അവിടെ തന്നെയാണെന്ന് പറഞ്ഞ് ബാക്കി അയോധ്യയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അമ്പലങ്ങൾ ഇടിച്ചു തകർത്തു. കാരണം ഒരു രാമനല്ലേ പറ്റുള്ളൂ. ഒരു 34 രാമക്ഷേത്രം ഉണ്ടായിരുന്നു പറഞ്ഞ അയോധ്യ. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമോ വിശ്വാസമോ സംസ്കാരമോ എന്ത് വേണേയാവാം. പക്ഷെ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സ് ആണ്. ഹിന്ദുവിൻ്റെ ഇതിൻ്റെ രാഷ്ട്രീയം കൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയം. അപ്പോൾ അത് ഏത് രാഷ്ട്രീയമായാലും ഏത് തരത്തിലുള്ള, ഇപ്പോൾ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയില്ലേ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഹിന്ദുവാണ് ഹിന്ദുത്വം. ആ പൊളിറ്റിക്സിൽ തന്നെ അവർ പരാജയപ്പെടുകയാണല്ലോ. തീർച്ചയായിട്ടും ബി ജെ പി പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾക്കും വേണം ഒരു പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് പറയുന്നത് ഞങ്ങളാണ്. പക്ഷെ അവിടെ തന്നെ കള്ളം കാണിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ അമ്പലം പണിതുമ്പോൾ ഇന്ത്യയുടെ മുഴുവൻ ആളുകളിൽ നിന്ന് അവിടുന്ന് കഷ്ടി കൊണ്ടുവരിക, അവിടുന്ന് കല്ല് കൊണ്ടുവരിക, ഇവിടുന്ന് കൊണ്ടുവരിക ഒക്കെ കൊണ്ടുവന്നാൽ പണിത്. അവിടെ മുതൽ ഇതിൽ കള്ളക്കളികൾ തുടങ്ങും. ഒന്ന്, ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ സന്യാസിമാരെ ആളുകൾ ചെയ്താൽ പോരെ. അതിലെന്തിനാണ് പ്രധാനമന്ത്രി ഇടപെടുന്നത്? അതെ, പ്രധാനമന്ത്രി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാഷ്ട്രീയ നേതൃത്വം അവരുടെ അജണ്ടയായി ഇതിനെ മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ജയിക്കാൻ വേണ്ടി. അങ്ങനെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തത് പ്രധാനമന്ത്രി മോഡിയാണ്.
ട്രസ്റ്റ് തന്നെ രൂപീകരിച്ചത് ട്രസ്റ്റ് രൂപീകരിച്ചത് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അയാൾ യോഗിയാണ്, അയാളെ തൊടിച്ചില്ല. BHPയുടെയോ RSSന്റെ ആളുകളെയും കാര്യമായി അടുപ്പിച്ചില്ല. മോദി തീരുമാനിച്ചു ആരാണ് ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത്, ആരൊക്കെയാണ് വരേണ്ടത്, ഏതൊക്കെ ആളുകളാണ്. അതിനാണ് നിർബന്ധ മിശ്ര എന്ന് പറയുന്ന മോദിയുടെ തന്നെ ഏറ്റവും അടുത്ത ആളെ, ക്യാബിനറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളെ ഇദ്ദേഹം അവിടെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്തിൽ നിന്ന് മറ്റേ ഇപ്പോൾ ഇതുണ്ടല്ലോ ചമ്പത്ത് റായ് എന്ന് പറയുന്ന അയാളെ ഇതിൽ മോഡിയുടെ ആളായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഇതിന് മുഴുവൻ നിയന്ത്രണവും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാക്കി. മാത്രമല്ല ഇതിൻ്റെ കല്ലിടൽ ശിലാസ്ഥാപനത്തിൽ മോഡിയായിരുന്നു യജമാനൻ. യഥാർത്ഥത്തിൽ അത് പാടില്ല. ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ ആള് രാജാവല്ല, രാജാവാണ് യജ്ഞത്തിൽ യജമാനൻ. അത് ശരിയാ. പക്ഷെ ഇവിടെ രാജാവല്ല ഇദ്ദേഹം രാജാവായി അവിടെ പോയിരുന്നു, രാജാവിൻ്റെ പോലെ പോയിരുന്നു. അത് കഴിഞ്ഞു 2024 വന്നപ്പോൾ അവിടുത്തെ പ്രാണപ്രതിഷ്ഠ വന്നു. അതിലും യജമാനായിട്ട് മോഡി ഇരിക്കുകയാണ്. അത് ഇതിരുന്നു. അപ്പോൾ അവിടുത്തെ സന്യാസിമാർക്കോ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി RSSകാർക്കോ യാതൊരു വിലയില്ലാണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ മുഴുവൻ അഡ്വാൻറ്റേജും അയാൾ എടുക്കുകയാണ്. RSSന് ഇങ്ങനെ എടുത്തല്ല, എല്ലാം അദ്ദേഹത്തിന്റെ കൈകളിലാക്കി. യെസ്, അദ്ദേഹത്തിന്റെ കൈകളിലാക്കി. ഇപ്പോൾ സംഭവിച്ചതെന്താ, ഇതിന് എതിരെ യോഗിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യോഗിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വെട്ടി മോഡി തന്നെ എടുത്തു. അതിന് മോഡിക്ക് വേറെ താല്പര്യങ്ങളുണ്ട്. കാരണം മോഡി ഒഴിയുമ്പോൾ വരേണ്ടത് യോഗിയാണ് എന്ന് പൊതുവെ ഒരു ചർച്ച വന്നിരുന്നു. അപ്പൊ അത് നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടല്ലോ, അതിനെ ആദ്യം വെട്ടി. മോഡി അല്ലെങ്കിൽ വരേണ്ട ആളെന്നുള്ള നിലയ്ക്ക് യോഗി ആദ്യം വെട്ടി. ആ വെട്ടിക്കഴിഞ്ഞു. അതിന്റെ ഫലമാണ് തോറ്റതെന്നാണ് യോഗി പറയുന്നത്. 24 തെരഞ്ഞെടുപ്പിൽ UP യിലുണ്ടായ പരാജയത്തിന് കാരണം ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥിയല്ല നിർത്തിയത്, മോഡിക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഘപരിവാറിനും അവരുടെ വലിയൊരു ലോബിക്കും ഇതിൽ വലിയ പ്രശ്നമുണ്ട്. ഇതിന്റെ ഈ കളവിന്റെ ചരിത്രം നോക്കിയാൽ വലിയ നീണ്ട ചരിത്രമുണ്ട്. ഈ അമ്പലം ഉണ്ടാക്കിയ കാലം മുതൽ തന്നെ പലതരം തട്ടിപ്പുകൾ നടന്നുണ്ട്. അവിടെ കിട്ടിയ സംഭാവനയ്ക്ക് രസീതില്ല. നമ്മുടെ നാട്ടിലെ ഈ ചെറിയ അമ്പല കമ്മിറ്റിക്കാരൊക്കെ ചെയ്യണ തരികട പരിപാടി മുതൽ അങ്ങ് തുടങ്ങുകയാണ്. രസീത് കൊടുക്കാതെ സംഭാവന പിരിക്കുക. മാത്രമല്ല ചെറിയ സംഭാവനയല്ല, കോടിക്കണക്കിന് രൂപ വരുന്ന സ്വർണവും അതുപോലെയുള്ള സംഗതികളും വസ്തുക്കളും കൊണ്ടുവരും. അവിടെ തുളസീദാസിന്റെ രാമചരിതമാനസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാമായണങ്ങളിലൊന്ന്, ഹിന്ദി രാമായണത്തിൽ, അത് ഈ സ്വർണത്തിലുണ്ടായിരുന്നു. കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അത് കാണാനില്ല. കോടിക്കണക്കിന് രൂപ, അനേക കോടി രൂപ വരുന്ന ഒരു സ്വർണത്തിന്റെ രാമചരിതമാനസ് കാണാനില്ല. പിന്നെ അവിടെ പൈസ എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഗുരുവായൂരും ശബരിമലയും ഒക്കെ തിരുപ്പതിയൊക്കെ പൈസ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു ഇത് മുകളിൽ നിന്ന് താഴേക്ക് വീഴും വരുന്ന എണ്ണുന്ന ആളുകളെ അവർ ആദ്യം തീരുമാനിക്കും കൃത്യമായി. അവർക്ക് യൂണിഫോം കൊടുക്കും, അവിടെ CCTV ക്യാമറ വയ്ക്കും, അവർ പോകുമ്പോഴും വരുമ്പോഴും അവരെ ശരീരം പരിശോധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊന്നും ഇവിടെ ഉണ്ടായില്ല. CCTV കുറേ ദിവസം ഉണ്ടായി, പിന്നെ കുറേ ദിവസം ഇല്ല. സാധനങ്ങളൊക്കെ ആളുകൾ മറ്റേ ഉള്ള CCTV തന്നെ ആളുകൾ അരയിൽ കെട്ടി അതിൻ്റെ ഇടയിൽ തിരികെ കൊണ്ടുപോകണ പടങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ എന്നിട്ട് ഇവർ പറഞ്ഞു SBI ആണ് കുഴപ്പമെന്ന്. SBI ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ 2 ഉദ്യോഗസ്ഥരെ വേണമെന്ന് ഇവരുടെ സംഘം പറഞ്ഞു. ഞങ്ങളുടെ 2 ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുത്തു. അവർ പറഞ്ഞ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വിട്ടു, SBIക്ക് ഇല്ല. അപ്പൊ ഇവിടെയൊക്കെ ഗുരുവായൂരൊക്കെ ധനലക്ഷ്മി ബാങ്ക് അല്ലെങ്കിൽ കാനറ ബാങ്ക് അവരൊക്കെയാണ് ഇത് എണ്ണുന്നത്, പൈസ എണ്ണുന്നത്. ഇവിടെ അങ്ങനെയില്ല. ഇവർ ഈ ട്രസ്റ്റിന്റെ ആളുകൾ തന്നെ. അപ്പൊ ആരാ ട്രസ്റ്റിന്റെ ആളുകൾ? അതും ആർക്കും അറിയില്ല. അതൊരു ഗൂഢസംഘം പോലെ പ്രവർത്തിക്കുക. ഇപ്പൊ ചമ്പത്ത് റായ്ക്കെതിരെ നടപടി വന്നു. ചമ്പത്ത് റായ്ക്കെതിരെ നടപടിയെടുക്കാൻ ഇപ്പോഴും മോഡിക്ക് തയ്യാറല്ല. അവിടെ ലവകുശ മിശ്ര അങ്ങനെ കുറെ ടീമുണ്ട്. ഇതിൽ പ്രധാന ചോദ്യം നമ്മൾ ശബരിമലയിൽ ചോദിച്ച അതേ ചോദ്യം, ദൈവതുല്യനറിയാതെ ഈ കാര്യം ചെയ്യാൻ സാധിക്കുമോ? ഈ സാധാരണ ഉദ്യോഗസ്ഥര് കാണിക്ക എണ്ണുന്നവർക്ക് മാത്രം കക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതാ പറഞ്ഞേ, എല്ലാ സൗകര്യവും കക്കുന്നവർക്ക് ചെയ്തു കൊടുത്തെങ്കിൽ കക്കുന്നതിന്റെ വീതം കിട്ടുന്ന ആളെ ഈ സൗകര്യം ചെയ്തു കൊടുത്ത ആളല്ലേ. അവിടെയാണ് പ്രശ്നം. ആരാണ് അയാൾ? അത് നമുക്കറിയില്ല. ആരാണ് അയാൾ? ഈ സൗകര്യം മുഴുവൻ ഇവർക്ക് ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിൽ വന്നു. ഒന്ന്, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇവർക്ക് അധികാരം കിട്ടാനും പണം കിട്ടാനുള്ള ഒരു വഴി മാത്രമാണ്. അത് പൂർണ്ണമായും തെളിഞ്ഞു. കാരണം ഇവർക്ക് വിശ്വാസമോ രാമനോ കൃഷ്ണനോ ഒന്നുമില്ല. ഇവർക്ക് പണമാണ്, അധികാരമാണ് പ്രശ്നം ഒരു വശത്ത്. 2, ഇതിന് മറ്റൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഇനി UP തന്നെ 2 സ്ഥലം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. മധുര കാശി ബാക്കി ഹേന. ഇനി അവിടേക്ക് പോവാന്ന നാട്ടുകാർ കൈവയ്ക്കും അവിടെ ചെന്ന. കാരണം ഇത് ആ പ്രൊജക്ട് യഥാർത്ഥത്തിൽ ഇതോടുകൂടി പൊളിഞ്ഞു. ആ പ്രോജക്റ്റ് എന്നല്ല, ഇനി ഹിന്ദുത്വവും രാമനെയും വെച്ച് നിങ്ങൾക്ക് ഇന്ത്യ പിടിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ആളുകൾ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ ശബരിമലയിൽ LDF ഗവൺമെന്റ് നേരിട്ട അതിനേക്കാൾ വലിയ പ്രതിസന്ധി
അതിനേക്കാൾ പല മടങ്ങാണ്, വലിയ ക്ഷേത്രമാണ്, അതിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ട്. ഇത് ആയിരക്കണക്കിന് കോടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ചിലപ്പോൾ 100 കണക്കിന് കോടി ശബരിമല ഉണ്ടാവുള്ളൂ, മറ്റേത് ആയിരക്കണക്കിന് കോടിയാണ്. ഈ സാധനം മുഴുവൻ അവിടെ ശബരിമലയിൽ എന്തെങ്കിലും ചില കണക്കോ ചില ഹൈക്കോടതി നോക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു ട്രസ്റ്റ്, ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റ് മുഴുവൻ ഇവിടെ ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാ ക്ഷേത്രങ്ങളിൽ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ഗവൺമെന്റ് ഇടപെടുന്നത്? ഇവിടെ എപ്പോഴും ചോദിക്കാറ് BJP-ക്കാർ ഫ്രീ ആക്കണം. ഹിന്ദുക്കൾക്ക് വിട്ടിപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രധാന ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റുകൾ മുഴുവൻ ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ തിരുപ്പതി ആണെങ്കിലും മറ്റേ യൂറീസൽ ഇതാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും കേരളത്തിന് മാത്രമല്ല, ഇപ്പോൾ മധുരയാണെങ്കിലും ഒക്കെ അതിൽ കൃത്യമായും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട്, ഗവൺമെൻറ് മോണിറ്ററിംഗ് ഉണ്ട്. ഇതിനൊരു ഓഡിറ്റിംഗ് ഇല്ല. ആര് കാശ് കൊണ്ടുവന്നു, ആര് കൊടുത്തു, ആര് ചിലവാക്കി, ഒരു ഓഡിറ്റിംഗ് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഒരു ഓഡിറ്റിംഗ് സംവിധാനം ഇതിനുണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴും ഇത് പിടിക്കുമായിരുന്നു. ഇതിനൊരു കൃത്യമായ റെസീറ്റ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ ചെയ്യുന്ന ഒരു ഗൂഢസംഘം. ഇതെല്ലാം അവസാനം ഇതിന്റെ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ എത്തിപ്പെടുന്നത് പ്രധാനമന്ത്രിയിലേക്കാണ്. തീർച്ചയായിട്ടും. കാരണം ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പ്രധാനമന്ത്രിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ രാമക്ഷേത്രം പണിതുയർത്തിയത്. അതിലാണ് ഇതിന്റെ നിയന്ത്രണം ഉണ്ടായത്. ഇവിടെ മണിപ്പൂരിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി നിശബ്ദമായി കുറേ കാലം ഇരുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ എതിർത്തുകൊണ്ട് കുറെ മോദി അനുഭാവികൾ വരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല എന്ന് ഈ മോദി അനുഭാവികൾ ചോദിക്കുന്നില്ല? ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് മാത്രമല്ല, അത് ചോദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത് ചോദിച്ചാൽ അതാണല്ലോ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. എൻ്റെ പാർട്ടിക്കാർ ചെയ്താൽ ഞാൻ അതിനെപ്പറ്റി ചോദിക്കില്ല, നിങ്ങളുടെ പാർട്ടി ചെയ്താൽ ഞാൻ വളരെ വാചാലമായിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് കയറി വീഴും. ഇത് തന്നെയാണ് ഇവിടുത്തെ ഇതിൻ്റെ പ്രശ്നം. ഇവർ വിചാരിച്ചത് ഇവരുടെ ഒരു ഫാസിസ്റ്റ് രീതി വെച്ച്, സംഘടന വെച്ച് ഞങ്ങൾക്ക് ഇന്ത്യ പിടിക്കാം, രാമനെ കൊണ്ടുവരാം എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ അജണ്ട മാറും. ഞാൻ വിചാരിക്കുന്നത് ഇനി രാമൻ്റെ അജണ്ട ഇനി പുറത്തെടുക്കാൻ പറ്റില്ല, ഹിന്ദുത്വം ഇനി പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ രാമനെ നിങ്ങൾ രക്ഷിക്കണോ? ഒന്നാമത്തെ കാര്യം, അയോധ്യ വിട്ടവനാണ് രാമൻ. അയോധ്യ ഉപേക്ഷിക്കാൻ തയ്യാറായതുകൊണ്ടാണ് രാമനെ നമ്മൾ ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് അയോധ്യ പിടിച്ചടക്കിയ ആളല്ല രാമൻ. അപ്പോൾ അത് നമ്മൾ കാണണം. അയോധ്യ പിടിച്ചടക്കിയ ആളല്ല രാമൻ. അയോധ്യ അച്ഛൻ്റെ ആവശ്യത്തിനും അച്ഛൻ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റാൻ അയോധ്യ ഉപേക്ഷിച്ച് കാട്ടിൽ പോയ ആളാണ് രാമൻ. ഇവിടെ അയോധ്യ പിടിച്ചെടുക്കുന്നതിനെ രാമനാക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചർച്ചയിൽ വന്നിട്ട് രാമനെ അപമാനിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഇപ്പം ഒരാൾ ഇതുപോലെ പറഞ്ഞു രാമൻ്റെ കൃഷ്ണൻ്റെ അടുത്ത അവതാരമാണ് മോഡി എന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷേ രാമൻ്റെ ക്ഷേത്രം ആരും കൊള്ളയടിച്ചിട്ടില്ല. ഇപ്പം സോമനാഥ ക്ഷേത്രം കൊള്ളയടിക്കുന്നതിനെ പറ്റി നമുക്ക് വലിയ വിഷമമുണ്ടായി. ചരിത്രത്തിൽ മുഹമ്മദ് ഗസ്നി കൊള്ളയടിച്ചിട്ടുണ്ടെന്ന്. ഹിന്ദു രാജാക്കന്മാരും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. കാരണം കാശ് അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ്, ഹിന്ദു മുസ്ലിം ഒന്നുമല്ല. ഒരു രാജാവിനും ഒരു മത നേതാവിനും ദൈവത്തിൽ വിശ്വാസമുള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദൈവമില്ലാന്ന് ഏറ്റവും നന്നായി അറിയുക ശാന്തിക്കാരനാണെന്ന് ചാക്യാർ കൂത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചാക്യാർ കൂത്ത് വലുതാണല്ലോ. അകത്ത് ദൈവമില്ല എന്ന് ഉറപ്പുള്ള ഒരാൾ അയാൾക്കറിയാം ഇയാൾ കയറിയ ദൈവം പുറത്തേക്ക് പോകും. കാരണം ഇയാൾ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ പൂജാരി വർഗം മാത്രമല്ല, അല്ലെങ്കിൽ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ കൂടി ഈ ഇതിൻ്റെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത് അധികാരം നിലനിർത്താൻ മതത്തെ, വർഗീയതയെ ഉപയോഗിക്കുന്ന ആളുകൾ, ഹിന്ദുത്വം എന്തോ മഹത്വമുള്ള സാധനമാണ്. ഇപ്പോൾ ഇവരൊക്കെ സന്യാസിമാരാണല്ലോ നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ സന്യാസിമാരൊക്കെ വന്നിട്ടുള്ള ഇത് കൊള്ളയടിച്ച്, സന്യാസി എന്ന വാക്കിൻ്റെ എന്താർത്ഥം? ജീവിതമെല്ലാം ത്യജിച്ച ആളുകളെന്നാണ്. അവരാണ് ഇപ്പോൾ ഏറ്റവും കൊള്ളയടിക്കുന്നത്, ഏറ്റവും സുഖലോലുപരാവുന്നത്. അവരുടെ മഹത്വത്തിലാണ് മോഡി. ഇതിലിപ്പോ ഏതോ ഒരു സന്യാസി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഈ അയോധ്യയിൽ ക്ഷേത്രത്തിൽ പോയിട്ടില്ല, കാരണം അത് RSS BJP-യുടെ മാത്രം ക്ഷേത്രമാണ്. അല്ല, അതുകൊണ്ട് അല്ല, ഈ അയോധ്യയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള മഹന്തുമാർ വേറെയുണ്ട്. അവിടെ പല ഘട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഹനുമാൻ ഘട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു സ്വാമി ഞാൻ കുറേ കൊല്ലം മുമ്പാണ് ഞാൻ കണ്ടിട്ടുണ്ട്. 2003 ആ സ്വാമിയെ കാണുമ്പോൾ അങ്ങനെ അന്നേ പറഞ്ഞു എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇത് തട്ടിപ്പാണ് ഈ പരിപാടി മൊത്തം. ഈ പരിപാടി മൊത്തം തട്ടിപ്പാണ്, ഇത് രാഷ്ട്രീയ കളിയും പണം ഉണ്ടാക്കാനുള്ള പണിയാണെന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ മഹന്തായതുകൊണ്ട് മാത്രം എന്നെ കൊല്ലാത്തത്, അല്ലെങ്കിൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. പ്രശ്നം എന്താ? ഇയാൾ ഇപ്പം അയോധ്യയിലെ ആളുകൾക്ക്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയോധ്യയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ രാമജന്മഭൂമി എന്ന് ഇവർ പറഞ്ഞ പുണ്യഭൂമിയിലുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇത് തട്ടിപ്പുകാരാണ്. അതുകൊണ്ടാണ് അവർ ആദ്യം മുതൽ തന്നെ അവരാണ് റിവോൾട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ അതങ്ങനെ കണ്ടില്ല. ഇപ്പോൾ ഫൈസാബാദിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി BJP തോൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ മുഴുവൻ ചിന്തിച്ചില്ല ഈ രാമനെ. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി
ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ, കള്ളത്തരം നടക്കുന്നതും അവർ കാണുണ്ടാവുമല്ലോ. എന്തായാലും UP BJPയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മെല്ലനെ മെല്ലനെ കൊഴിഞ്ഞു പോയി. തീർച്ചയായിട്ടും ഇതിൽ ഈ വിഷയത്തിൽ തന്നെ അല്ലെങ്കിലും പ്രശ്നമുണ്ട്, ഗവൺമെൻറ്റിനെതിരായ വികാരമുണ്ട്. പക്ഷേ UP BJPക്ക് നഷ്ടപ്പെടും. UP മാത്രമല്ല, UP നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഇമ്പാക്റ്റ് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാവും. പ്രതിഫലിക്കും. കൗ ബെൽറ്റ് നമ്മൾ പറയുന്നുണ്ടല്ലോ, 5-6 സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ച് കളിക്കുന്നിടങ്ങളിൽ. പക്ഷേ അതിനെ എങ്ങനെ കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒന്നും രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. അല്ല, രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്ന് പറയും, എനിക്കറിയില്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ബാക്കി നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റേ വലിയൊരു പ്രക്ഷോഭം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്നാണ് അവിടുത്തെ ഇയാൾ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ അറിയാം അവിടെ മോഷണം പോയിന്ന്, അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിനെതിരെയൊക്കെ കേസെടുക്കണമെന്ന്. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ല. കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ, കോൺഗ്രസിന് അവിടെ സ്വാധീനം കുറവാണ് UP പൊതുവെ, പക്ഷേ ഇന്ത്യ മുന്നണിക്കോ ഇത് എത്രത്തോളം മുതലെടുക്കാൻ കഴിയുമെന്നും എത്രത്തോളം ഇത് എക്സ്പോസ് ചെയ്ത് ഒരു ഇവരുടെ ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയം അത് ഹിന്ദുവായിട്ട് ബന്ധമില്ല. ഹിന്ദുവിൻ്റെ അല്ല ഹിന്ദുത്വം. ഹിന്ദുത്വം കുറച്ച് ആളുകളുടെ സാധനമാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു വലിയ വിശ്വാസമാണ്. അത് പല മതവും വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല ദൈവങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അതിലൊരു രാമൻ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ വിശാലമായ ഒരു സെക്യുലർ ഹിന്ദുത്വം, ഞാൻ അങ്ങനെ ഹിന്ദു രാഷ്ട്രീയം, അത് ഗാന്ധിയൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. സെക്യുലർ ഹിന്ദു രാഷ്ട്രീയമാണ്. ഗാന്ധി പറഞ്ഞു ഹിന്ദുവിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഹിന്ദുത്വം അല്ലാതെ സെക്യുലർ ആണ്. സെക്യുലർ അതാണ് പൊളിക്കൽ. ഇന്ത്യയുടെ പൊളിറ്റിക്സ് സെക്യുലറാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷവും സെക്യുലറാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് BJPക്ക് ഇപ്പോഴും ഇന്ത്യയിൽ 80% ഹിന്ദു ഉള്ള നാട്ടിൽ 33% വോട്ടല്ലേ BJPക്ക് കിട്ടുള്ളൂ. മൊത്തം വോട്ടിന് 33%, വോട്ട് ചെയ്യുന്നതിന് 33% കിട്ടുള്ളൂ. ഇന്ത്യയിൽ 80% ഹിന്ദുക്കളാണെന്നാണല്ലോ പറയണേ. അങ്ങനെ എങ്ങനെ പറ്റും? അതെന്തുകൊണ്ട് വരാത്ത എന്ന് പറഞ്ഞാൽ 67% ഹിന്ദുക്കൾ പോലും വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ് എന്നാണ് അതിന്റെ തെളിവ്. അവര് ഇത് ഉറച്ചു ഈ തട്ടിപ്പിലേക്ക് എതിരായി വന്നത്. അവർ ഭിന്നിച്ചു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും മോഡി ജയിക്കുന്നത്. BJPക്ക് ജയിക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം. മുമ്പ് കോൺഗ്രസ് അങ്ങനെയാണല്ലോ ജയിച്ചിരുന്നത്. പ്രതിപക്ഷം ശകലീകൃതമാകുമ്പോഴാണ് കോൺഗ്രസ് ഇവിടെ അനേകാലം നിന്നത്. അതേപോലെ BJP നിൽക്കുകയാണ്. ഇത് മോദിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒരു പ്രതിയോഗിയില്ല, അദ്ദേഹത്തിനോളം ശക്തനായിട്ടുള്ള ഒരു പ്രതിയോഗിയില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പ്രതിയോഗി വളർന്നു വരേണ്ട കുറേയധികം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വരുന്നില്ല എന്ന് പറയുന്നത്. അല്ല, സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധി, നെഹ്റു മരിക്കുന്ന കാലത്ത് നെഹ്റുവിന് പകരം ആരെന്ന് ചോദിച്ചു. ഇന്ദിരാഗാന്ധി ഇല്ലാതെ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് പകരം ആരെന്ന് ചോദിച്ചു. രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ മോഡിയുടെ കാര്യത്തിൽ വന്നപ്പോൾ മോഡി ഒരിക്കൽ അടൽ ബിഹാരി വാജ്പേയി അല്ലെങ്കിൽ ആര് എന്ന് ചോദിച്ചു. മോഡി വന്നു. അപ്പോൾ മോഡി ഇല്ലെങ്കിൽ ആരെന്ന് ചോദിച്ചാൽ BJPക്ക് തന്നെ തർക്കം നിൽക്കുകയാണ്. നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഈ ആരെന്ന് ചോദിക്കുന്നത് ജനമാണ് തീരുമാനിക്കുന്നത്. ഏതെങ്കിലും നമ്മളിപ്പോൾ ആദ്യം ഒരാളെ കണ്ട് അവരുടെ അവതാരത്തിന് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാനത് ചോദിച്ചത് രാഹുൽ ഗാന്ധി ആ ഒരു ലെവലിലേക്ക് ഇത്തരം വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യാതെ നിശബ്ദമായി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും വരുന്നില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഈ സാധനം കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ട്. അവരുടെ സംഘടനാപരമായ ദൗർബല്യമാവാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. പക്ഷേ അതില്ലെങ്കിൽ ഒരിക്കലും പ്രതിപക്ഷത്തിന് ഇന്ത്യയുടെ ഭരണത്തിനടുത്തെത്താൻ കഴിയും. ഇത് ചോദിച്ചില്ലെങ്കിൽ